നമസ്കാരം. സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ഏറെ ആശങ്കയുടെയും എന്നാൽ വലിയ പ്രതീക്ഷയുടെയും ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടത്തിനാണ് ഇന്ന് സദനിലെ റോസ് ബൗൾ മൈതാനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 2020 പരമ്പരയിലെ അഞ്ചാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് നടക്കും. ഇന്ത്യൻ സമയം വൈകിട്ട് കൃത്യം 7 മണിക്കാണ് ഈ നിർണായക പോരാട്ടം ആരംഭിക്കുന്നത്. പരമ്പരയിലെ ആദ്യ 3 മത്സരങ്ങളും ദയനീയമായി തോറ്റ ഇന്ത്യൻ ടീമിന് പരമ്പര ഇതിനകം തന്നെ പൂർണ്ണമായി നഷ്ടമായി കഴിഞ്ഞു. പരമ്പരയിലെ ഒരു മത്സരം കടുത്ത മഴ മൂലം ഒരു പന്ത് പോലും എറിയാനാകാതെ ഉപേക്ഷിച്ചിരുന്നു. നിലവിൽ ഇംഗ്ലണ്ട് 3-0 മുന്നിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കുന്ന അവസാന മത്സരത്തിൽ തുടർച്ചയായ 4ാം തോൽവി ഒഴിവാക്കാനും ഒരു ആശ്വാസ ജയത്തോടെയെങ്കിലും പരമ്പര അവസാനിപ്പിക്കാനുമാണ് ടീം ഇന്ത്യ ഇന്ന് ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ ഇതുവരെ ഉണ്ടാകാത്ത വിധത്തിലുള്ള വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ടീം ഇപ്പോൾ കടന്നുപോകുന്നത്. 2006-ൽ ഇന്ത്യ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചതിനു ശേഷം നേരിടുന്ന ഏറ്റവും വലിയ തകർച്ചയാണിത്. ലോക ചാമ്പ്യന്മാരായതിന് തൊട്ടുപിന്നാലെ വിദേശമണ്ണിൽ ടീം ഇത്രത്തോളം നിഷ്പ്രഭമാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഇംഗ്ലണ്ടിനെതിരായ ഈ പരമ്പരയ്ക്ക് മുമ്പ് ദുർബലരായ അയർലൻഡിനെതിരെ നടന്ന 2 2020 മത്സരങ്ങളിലും ഇന്ത്യ ദയനീയമായി പരാജയപ്പെട്ടിരുന്നു. 2020 ലോകകപ്പിന് ശേഷം സൂര്യകുമാർ യാദവിനെ മാറ്റി ശ്രേയസ് അയ്യരെ പുതിയ നായകനായി പ്രഖ്യാപിച്ച മുതൽ ടീമിന്റെ ഗ്രാഫ് താഴോട്ടാണ്. ശ്രേയസ് അയ്യർ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ടീമിന് ഒരൊറ്റ മത്സരത്തിൽ പോലും വിജയം നേടാനായിട്ടില്ല എന്നത് ടീം മാനേജ്മെന്റിനെയും BCCയെയും വലിയ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഒരു നായകനെന്ന നിലയിൽ ശ്രേയസ് അയ്യർക്ക് ഇന്നത്തെ മത്സരം വ്യക്തിപരമായും ഇന്ത്യൻ ടീമിന് മൊത്തത്തിലും ഒരേപോലെ നിർണായകമാണ്. ടീമിന്റെ ബാറ്റിംഗിലും ബോളിംഗിലും നേരിടുന്ന ഈ വലിയ തകർച്ചയ്ക്ക് ഇന്നത്തെ മത്സരത്തിലെങ്കിലും ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ കോച്ച് ഗൗതം ഗംഭീറിനും ക്യാപ്റ്റൻ ശ്രേയസിനും കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വരും. പരമ്പര നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഇനിയെങ്കിലും പഴയ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ അവസാന മത്സരത്തിൽ ഇന്ത്യൻ ടീമിൽ കാര്യമായ മാറ്റങ്ങളാണ് ക്രിക്കറ്റ് നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 3 കളികളിലും ഫോമില്ലായ്മയുടെ പേരിലല്ല, മറിച്ച് മാനേജ്മെന്റ് വിചിത്രമായ പരീക്ഷണങ്ങളുടെ ഭാഗമായി പുറത്തിറക്കേണ്ടി വന്ന മലയാളി താരം സഞ്ജു സാംസൺ ഇന്ന് പ്ലേയിങ് 11-ൽ എത്തിയേക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ലോകകപ്പിൽ മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടും സഞ്ജുവിനെ തുടർച്ചയായി മാറ്റി നിർത്തിയത് വലിയ രീതിയിലുള്ള ആരാധക പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ഇന്ന് സഞ്ജു സാംസൺ ടീമിലേക്ക് വരികയാണെങ്കിൽ മോശം ഫോമിലുള്ള വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷാനോ അല്ലെങ്കിൽ വൈസ് ക്യാപ്റ്റൻ തിലക് വർമ്മയോ പ്ലേയിങ് 11-ൽ നിന്ന് പുറത്തിരിക്കേണ്ടി വരും. ബാറ്റിംഗിൽ മാത്രമല്ല ബൗളിംഗ് നിരയിലും മാറ്റങ്ങൾ ഉറപ്പാണ്. 4ാം T20 മത്സരത്തിൽ റൺസ് വിട്ടു നൽകുന്നത് യാതൊരു നിയന്ത്രണവുമില്ലാതിരുന്ന വാഷിംഗ്ടൺ സുന്ദറിനെ ഇന്നത്തെ മത്സരത്തിൽ ഒഴിവാക്കിയേക്കും. അതുപോലെ തന്നെ മധ്യ ഓവറുകളിൽ റൺ റേറ്റ് ഉയർത്താൻ ബുദ്ധിമുട്ടുന്ന ശിവൻ ദുബെയ്ക്ക് പകരം ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത യുവ ഓൾറൗണ്ടർ സൂര്യവംശി ഹെഗ്ഡെയ്ക്കും ഇന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കാൻ അവസരം ലഭിക്കാൻ വലിയ സാധ്യതയുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ ഹൈപ്പോടെ കടന്നു വരികയും എന്നാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സമ്മർദ്ദത്തിൽപ്പെട്ട് തുടർച്ചയായി ഫോമില്ലാതെ വരികയും ചെയ്യുന്ന 15-കാരൻ വൈഭവ് സൂര്യവംശി അവസാന മത്സരത്തിലെങ്കിലും തിളങ്ങുമോ എന്ന ആരാധകർ വലിയ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ആദ്യ 3 മത്സരങ്ങളിലും 14, 13, 15 എന്നിങ്ങനെയാണ് വളരെ ചെറിയ സ്കോറുകൾക്കാണ് ഈ യുവതാരം പുറത്തായത്. ജോഫ്ര ആർച്ചറെ പോലെയുള്ള ലോകോത്തര ബൗളർമാരുടെ ഷോർട്ട് ബോളുകൾക്ക് മുന്നിൽ വൈഭവിന്റെ ബാറ്റിംഗ് ടെക്നിക്ക് പൂർണ്ണമായും പരാജയപ്പെടുന്ന കാഴ്ചയാണ് മുൻ മത്സരങ്ങളിൽ കണ്ടത്. താരം വെറും ഒരു ഫ്ലാറ്റ് ട്രാക്ക് ബുള്ളി മാത്രമാണെന്ന വിമർശനം സോഷ്യൽ മീഡിയയിൽ ശക്തമാണ്. എന്നാൽ കോച്ച് ഗൗതം ഗംഭീറിന് വലിയ താൽപ്പര്യമുള്ള കളിക്കാരനായതുകൊണ്ട് തന്നെ അവസാന മത്സരത്തിലും വൈഭവിന് ഓപ്പണിംഗിൽ ഒരു അവസരം കൂടി നൽകാനാണ് സാധ്യത. ഈ മത്സരത്തിലെങ്കിലും തന്റെ സ്വാഭാവിക ശൈലിയിൽ റൺസ് കണ്ടെത്തിയില്ലെങ്കിൽ വൈഭവിന്റെ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ അത് വലിയ തിരിച്ചടിയാകും. സദറിലെ റോസ് ബൗൾ മൈതാനത്തെ പിച്ച് സാധാരണയായി ഫാസ്റ്റ് ബോളർമാരെ നല്ല രീതിയിൽ തുണയ്ക്കുന്ന ഒന്നാണ്. ടോസ് നേടുന്ന ടീം ആദ്യം ഫീൽഡിംഗ് തിരഞ്ഞെടുക്കാനാണ് സാധ്യത കൂടുതൽ. കാരണം ഇവിടുത്തെ സാഹചര്യങ്ങളിൽ രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് നേരിയ മുൻതൂക്കം ലഭിക്കാറുണ്ട്. കഴിഞ്ഞ മത്സരങ്ങളിൽ പവർ പ്ലേ ഓവറുകളിൽ തന്നെ ഇന്ത്യൻ മുൻനിര തകരുന്നതാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഇന്ന് ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്നാൽ തുടക്കത്തിൽ വിക്കറ്റ് കളയാതെ ക്രീസിൽ നിലയുറപ്പിച്ച് കളിക്കാൻ ഇന്ത്യൻ ബാറ്റർമാർ തയ്യാറാകണം. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ കഴിഞ്ഞ മത്സരത്തിൽ പുറത്താകാതെ 80 റൺസ് നേടി ഫോമിലേക്ക് ഉയർന്നത് മാത്രമാണ് ഇന്ത്യക്ക് നിലവിലുള്ള ഏക ആശ്വാസം. എന്നാൽ നായകൻ ഒറ്റയ്ക്ക് പോരാടിയാൽ പോരാ, മറിച്ച് ടീമിലെ മറ്റ് കളിക്കാരിൽ നിന്നും കൃത്യമായ പിന്തുണ ലഭിച്ചാൽ മാത്രമേ ഇംഗ്ലണ്ടിന് മുന്നിൽ ഒരു വലിയ വെല്ലുവിളി ഉയർത്താൻ ഇന്ത്യക്ക് സാധിക്കൂ. ആർഷ്ദീപ് സിംഗും രവി ബിഷ്ണോയി നയിക്കുന്ന ബൗളിംഗ് നിര ആദ്യ ഓവറുകളിൽ തന്നെ ഫിൽ സാൾട്ട്, ജോസ് ബട്ട്ലർ എന്നിവരുടെ വിക്കറ്റുകൾ വീഴ്ത്തേണ്ടത് ഇന്ത്യയുടെ വിജയത്തിന് അത്യാവശ്യമാണ്. അയർലൻഡിനോടും ഇംഗ്ലണ്ടിനോടും തുടർച്ചയായി പരമ്പരകൾ തോറ്റ ടീം ഇന്ത്യക്ക് തങ്ങളുടെ നഷ്ടപ്പെട്ട സിംഹാസനവും അന്തസ്സും തിരിച്ചുപിടിക്കണമെങ്കിൽ ഇന്ന് സദനിൽ വിജയിച്ചേ തീരൂ. ഈ തോൽവികളുടെ പരമ്പരയ്ക്ക് ഒരു അന്ത്യം കുറിക്കാനും വരാനിരിക്കുന്ന പരമ്പരകൾക്ക് മുമ്പ് ടീമിന്റെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനും ഇന്നത്തെ ഒരു ആശ്വാസ വിജയം സഹായിക്കും. അനാവശ്യമായ വാശികളും പരീക്ഷണങ്ങളും മാറ്റിവെച്ച് സഞ്ജു സാംസണെപ്പോലെയുള്ള മാച്ച് വിന്നർമാരെ കൃത്യമായി ഉപയോഗിച്ച് ഇന്ത്യ ഇന്ന് വിജയവഴി തിരിച്ചെത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇന്നത്തെ അവസാന മത്സരത്തിൽ ഇന്ത്യൻ ടീം ശക്തമായി തിരിച്ചടിച്ചുകൊണ്ട് ആശ്വാസ വിജയം നേടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പ്ലേയിങ് 11-ൽ സഞ്ജു സാംസൺ വരണമെന്ന തീരുമാനത്തോടും ശിവൻ ദുബെയ്ക്ക് പകരം സൂര്യവംശി ഹെഗ്ഡെയ്യെ ഉൾപ്പെടുത്തുന്നതിനോടും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ സ്വാഭാവികമായ പ്രതികരണങ്ങൾ താഴെ പങ്കുവെക്കുന്നതാണ്. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും തത്സമയ വിശകലനങ്ങൾക്കുമായി സ്പോർട്സ് പിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.